ചിത്രത്തിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് 2500 വർഷങ്ങൾക്ക് മുന്നേ നടന്ന ഒരു സംഭവമാണ്. ഭൂമിയെ നശിപ്പിക്കാനായി ഒരു കൊടൂര രാക്ഷസൻ നരകത്തിന് പുറത്തേക്കെത്തി. ആ രാക്ഷസനിൽ നിന്ന് ഭൂമിയെ രക്ഷിക്കാനായി ബുദ്ധ ഭഗവാൻ അതിന്റെ 2 കണ്ണുകൾ പിഴുതെടുത്തു. ആ കണ്ണുകളിലായിരുന്നു അതിന്റെ ശക്തി മുഴുവൻ അടങ്ങിയിരുന്നത്. ഒരു കണ്ണ് രക്തം പോലെ ചുവന്നതും മറ്റേ കണ്ണ് ഇരുട്ട് പോലെ വല്ലാതെ കറുത്തതുമായിരുന്നു. ഈ 2 കണ്ണുകളെ ഒരു പെട്ടിയിലാക്കാനായി ബുദ്ധ ഭഗവാൻ ശ്രമിക്കുന്ന സമയം കറുത്ത കണ്ണിനെ മാത്രമേ പെട്ടിയിലടയ്ക്കാൻ അദ്ദേഹത്തിനായുള്ളൂ. ചുവന്ന കണ്ണ് അദ്ദേഹത്തിന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ടു പോകുന്നു. തുടർന്ന് ബുദ്ധ ഭഗവാൻ ആ ഒരു ചുവന്ന കണ്ണിനെ കണ്ടെത്തി പെട്ടിയിലടയ്ക്കാൻ ശ്രമിച്ചുവെങ്കിലും 7 രാത്രികൾ അത് പിടികൊടുക്കാതെ എസ്കേപ്പായി നടന്നു. ഈ 7 രാത്രികളിൽ ആ ചുവന്ന കണ്ണ് ഓരോ മനുഷ്യരെ ഇൻഫ്ലുവൻസ് ചെയ്ത് അവരെ മോൺസ്റ്റേഴ്സ് ആയി മാറ്റി അവരെ കൊണ്ട് ഓരോ ക്രൂര കൃത്യങ്ങൾ ചെയ്യിക്കുകയായിരുന്നു. എന്തായാലും 8ാമത്തെ ദിവസം അത് ബുദ്ധ ഭഗവാന്റെ കയ്യിലാകുന്നു. ബുദ്ധൻ ആ ഒരു ചുവന്ന കണ്ണിനെയും ഒരു പെട്ടിയിൽ അടയ്ക്കുന്നു. ഇപ്പോൾ കറുത്ത കണ്ണുള്ള പെട്ടിയും ചുവന്ന കണ്ണുള്ള പെട്ടിയും ബുദ്ധന്റെ കയ്യിലുണ്ട്. അദ്ദേഹം ഈ 2 കണ്ണുകളും ഒന്ന് ചേർന്നാൽ അത് വലിയ ആപത്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ഈ 2 കണ്ണുകൾ അടങ്ങിയ പെട്ടികളെയും 2 ധ്രുവങ്ങളിലായി സൂക്ഷിക്കുന്നു. ഒരിക്കലും ഇത് തമ്മിൽ കണ്ടുമുട്ടരുത്, അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ വലിയ വിപത്തായിരിക്കും ഫലമെന്ന് അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരോടും നിർദ്ദേശം നൽകി. തുടർന്ന് വർഷങ്ങളായി ഈ കണ്ണുകൾ പരസ്പരം കണ്ടുമുട്ടാതെ 2 ധ്രുവങ്ങളിലായി കഴിയുന്നു. അങ്ങനെ പിന്നീട് വർഷങ്ങൾക്ക് ശേഷം 2005 കാലഘട്ടത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ ബോർഡറിലുള്ള ഒരു മരുഭൂമിയാണ് കാണിക്കുന്നത്. അവിടേക്ക് പ്രൊഫസർ കിം എന്ന ആള് റിസർച്ചിനായി എത്തുന്നു. പ്രൊഫസർ കിം ആ മരുഭൂമിയിൽ നിന്ന് 2500 വർഷങ്ങൾക്ക് മുന്നേ ബുദ്ധൻ അടച്ചു വെച്ച മോൺസ്റ്ററിന്റെ ചുവന്ന കണ്ണടങ്ങുന്ന പെട്ടിയും കണ്ടെത്തുന്നു. ഇത് ബുദ്ധന്റെ പെട്ടിയാണെന്ന് കിം ആർഗ്യൂ ചെയ്തിട്ട് ആരും അത് വിശ്വസിക്കാൻ തയ്യാറാകുന്നില്ല. കൂടാതെ അനുവാദമില്ലാതെ മരുഭൂമിയിൽ ഇങ്ങനെ റിസർച്ച് ചെയ്തതിന് കിമ്മിനെതിരെ കേസും എടുക്കുന്നു. അങ്ങനെ കിം മാനസികമായി ആകെ തളരുന്നു. തുടർന്ന് 14 വർഷങ്ങൾക്ക് ശേഷം ബ്ലഡ് മൂൺ ദിവസമാണ്. 35 വർഷങ്ങളിൽ ഒരിക്കൽ നടക്കുന്ന പ്രതിഭാസമാണ് ബ്ലഡ് മൂൺ, രക്തചുവപ്പിൽ പൂർണ്ണചന്ദ്രനുള്ള ദിവസം. ആ ദിവസം കർമ്മം ചെയ്തു കഴിഞ്ഞാൽ ബുദ്ധൻ അടച്ചുവെച്ച ചുവന്ന രാക്ഷസ കണ്ണ് റിലീസ് ചെയ്യാൻ സാധിക്കുമെന്ന് മനസ്സിലാക്കുന്ന കിം തന്നെ ഒരു ഫ്രോഡാണ്, താൻ പറഞ്ഞതെല്ലാം കള്ളമാണ്, തന്റെ കണ്ടുപിടുത്തങ്ങൾ തെറ്റാണ് എന്നെല്ലാം തനിക്ക് നേരെ ആരോപണം നടത്തിയ മനുഷ്യരാശിയെ നശിപ്പിക്കാനുള്ള പക ഉള്ളിൽ കൊണ്ടു നടന്ന് അന്ന് രാത്രി വിധിപ്രകാരം കർമ്മം ചെയ്യാൻ തുടങ്ങുന്നു. അങ്ങനെ രക്തം കൊടുത്ത് കർമ്മം ചെയ്ത് ആ ഒരു ചുവന്ന കണ്ണിനെ വെളിയിൽ കൊണ്ടുവരാൻ കിം നോക്കുന്നുണ്ടെങ്കിലും ഒരു അനക്കം പോലും ആ കണ്ണിന് സംഭവിക്കുന്നില്ല. നിരാശനാകുന്ന കിം സ്വന്തം ജീവൻ ബലി നൽകാൻ തയ്യാറാവുന്നു. ആ സമയം ആ കണ്ണ് കിമ്മിനെ നോക്കി കൺചിമ്മുന്നു. കിം വളരെ അത്ഭുതത്തോടെ ഞെട്ടി നിൽക്കുമ്പോൾ ശേഷം എന്ത് സംഭവിച്ചു എന്ന് കാണിക്കുന്നില്ല. പിന്നീട് നമ്മൾ കാണുന്നത് ബുദ്ധൻ അടച്ചു വെച്ച രാക്ഷസന്റെ ചുവന്ന കണ്ണ് റിലീസായ കാര്യം ഒരു ബുദ്ധ സന്യാസി അറിയുന്നതാണ്. ഈ ഒരു കണ്ണ് റിലീസായാൽ വലിയ ആപത്താണെന്ന് അദ്ദേഹത്തിന് അറിയാം. ആ സന്യാസി ഉടനെ തന്നെ ആ ഒരു ബുദ്ധക്ഷേത്രത്തിൽ സേഫായി ഇത്രയും വർഷം സൂക്ഷിച്ചു വെച്ചിരുന്ന കറുത്ത കണ്ണടങ്ങിയ പെട്ടി തുറന്ന് അതിൽ കറുത്ത കണ്ണ് ഉണ്ടല്ലോ എന്ന് ഉറപ്പുവരുത്തുകയാണ്. അങ്ങനെ ചുവന്ന കണ്ണ് റിലീസായ ഈ ദിവസം തൊട്ട് 2500 വർഷങ്ങൾക്ക് മുന്നേ ആ ചുവന്ന കണ്ണ് ഒരു 7 ദിവസത്തെ യാത്ര നടത്തിയിരുന്നല്ലോ, ആ യാത്ര ആരംഭിക്കുകയാണ്. 1ാമത്തെ ദിവസം തന്നെ ഈ കറുത്ത കണ്ണ് സൂക്ഷിച്ചിരുന്ന ബുദ്ധ സന്യാസിക്ക് ശരീരം വയ്യാതായി അദ്ദേഹത്തിന്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ഒക്കെ രക്തം വരുന്നു. എന്തായാലും അദ്ദേഹം അത് കാര്യമാക്കുന്നില്ല. എങ്ങനെയെങ്കിലും ചുവന്ന കണ്ണിനെ തടയണം. കറുത്ത കണ്ണും ചുവന്ന കണ്ണും ഒന്ന് ചേരാൻ പാടില്ല, അത് വലിയ ആപത്താണ്. അദ്ദേഹം അദ്ദേഹത്തിന്റെ ശിഷ്യനായ ചിയോങ്ങിനെ വിളിക്കുന്നു. ചിയോങ് ആണെങ്കിൽ കഴിഞ്ഞ 2 വർഷങ്ങളായി മൗനവ്രതത്തിലുമാണ്. ചിയോങ്ങിനെ ഇത്രയും നാള് കാണിച്ചു കൊടുക്കാത്ത ഇതേ അമ്പലത്തിലുള്ള ആ ഒരു കറുത്ത കണ്ണ് അദ്ദേഹം കാണിച്ചു കൊടുക്കുന്നു. കൂടാതെ കറുത്ത കണ്ണിന്റെയും ചുവന്ന കണ്ണിന്റെയും കഥയും പറഞ്ഞു കൊടുക്കുന്നു. ബുദ്ധ ഭഗവാൻ ലോകത്തെ രക്ഷിക്കാനായിട്ടാണ് ആ രാക്ഷസന്റെ ഈ കറുത്തയും ചുവന്നയും കണ്ണുകൾ പറിച്ചെടുത്ത് 2 ധ്രുവങ്ങളിലായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്നത്. ചുവന്ന കണ്ണ് റിലീസ് ആയിരിക്കുന്നു. അത് 7 ദിവസം ഓരോ മനുഷ്യരെ ഇൻഫ്ലുവൻസ് ചെയ്ത് അവരെ കൊണ്ട് മോശമായ ഓരോ കാര്യങ്ങൾ ചെയ്യിച്ച ശേഷം 8ാമത്തെ ദിവസം ഉറപ്പായും കറുത്ത കണ്ണിനെ തേടി കറുത്ത കണ്ണുള്ള സ്ഥലത്തെത്തും. അതിനെ തടയണം. എന്നാൽ എങ്ങനെ തടയാൻ സാധിക്കുമെന്ന് ചിയോങ് തിരക്കുമ്പോൾ 7 രാത്രികൾ ആ ചുവന്നായി യാത്ര ചെയ്യുമെന്ന് പറഞ്ഞില്ലേ, ആ 7 രാത്രികളിൽ അത് ഓരോ മനുഷ്യരുടെ ശരീരത്തിൽ പ്രവേശിക്കും. ആ മനുഷ്യരെ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് എന്നാണ് പറയപ്പെടുന്നത്. അതിൽ ഏതെങ്കിലും 7 സ്റ്റെപ്പിംഗ് സ്റ്റോൺസിൽ ഏതെങ്കിലും ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണിനെ അതിൽ ചുവന്നായുടെ സാന്നിധ്യമുള്ള സമയം കൊന്നുകളഞ്ഞാൽ അത് കറുത്ത കണ്ണുമായി ചേരുന്നത് നമുക്ക് തടയാൻ സാധിക്കുമെന്ന് സന്യാസി പറയുന്നു. അങ്ങനെ അന്ന് രാത്രി ഒരു സ്ഥലത്ത് കാട്ടിൽ മുയലിനെ വേട്ടയാടിക്കൊണ്ടിരുന്ന ഒരാള് എന്തോ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കുമ്പോൾ ഒന്നും കാണുന്നില്ല. പക്ഷെ അയാളുടെ ബാക്കിലൂടെ വന്ന് ആ ചുവന്നായി അയാളിൽ പ്രവേശിക്കുന്നത് കാണിക്കുന്നു. ശേഷം ആ ചുവന്ന കണ്ണ് പ്രവേശിച്ച ആ വേട്ടക്കാരൻ സിറ്റിയിലേക്ക് എത്തി ഒരു ഹോട്ടലിൽ കയറുന്നു. ആ ഹോട്ടലിൽ താമസിക്കുന്ന ദമ്പതിമാരെ ആക്രമിക്കുന്നു. ഈ ഒരു നടക്കുന്ന യഥാർത്ഥ സംഭവം സ്വപ്നം കണ്ട് നമ്മുടെ ചിയോങ് ഞെട്ടിയുണരുന്നു. ചിയോങ്ങിന്റെ ഗുരുവായ ആ സന്യാസി, നീ എത്രയും പെട്ടെന്ന് ആ കണ്ണിനെ കണ്ടെത്താനുള്ള നിന്റെ യാത്ര ആരംഭിക്കണം. അതിനായി നീ ആദ്യം തന്നെ സിനോവ എന്ന ആളിനെ കണ്ടെത്തി അദ്ദേഹത്തോട്
ചിയോങ്ങിനോട് മോൺസ്റ്റർ റിലീസായി എന്ന കാര്യം അറിയിക്കണമെന്ന് പറയുന്നു. ഇതേ സമയം ചിയോങ്ങിന്റെ ഗുരുവായ സന്യാസി വളരെ അവശനായി മരണക്കിടക്കയിൽ കിടക്കുകയാണ്. അങ്ങനെ പിന്നീട് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം നേരം വെളുത്തു കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം ആ വേട്ടക്കാരൻ ദമ്പതിമാരെ ആക്രമിക്കാനായി എത്തിയ ആ ഹോട്ടൽ മുറിയാണ്. അവിടെ കൊലപാതകം നടന്നതറിഞ്ഞ് അത് അന്വേഷിക്കാനായി പോലീസ് ഉദ്യോഗസ്ഥൻ എത്തിയിരിക്കുന്നു. അദ്ദേഹം ഹോട്ടൽ മുറിയിൽ എത്തി നോക്കുമ്പോൾ അവിടെ താമസിച്ചിരുന്ന ദമ്പതിമാരിൽ പയ്യൻ അവിടെയുണ്ട്, പെൺകുട്ടിയെ കാണുന്നില്ല. കൂടാതെ ഇവരെ ആക്രമിക്കാനായി എത്തിയ വേട്ടക്കാരനും അവിടെ മരിച്ചു കിടക്കുകയാണ്. ഈ വേട്ടക്കാരൻ ഇങ്ങോട്ട് വന്ന സമയം CCTV വിഷ്വൽസിൽ പതിഞ്ഞ അയാളിൽ നിന്ന് അയാൾ വരുമ്പോൾ നല്ല ഹെൽത്തി ആയിട്ടാണ് വന്നതെന്നും പക്ഷെ ഇപ്പോൾ കണ്ടാൽ അയാളുടെ ചോരയും നീരും ആരോ ഊറ്റിയെടുത്തതുപോലെയാണ് ഉള്ളതെന്നും മനസ്സിലാക്കുന്നു. പക്ഷെ ഇതെങ്ങനെ സംഭവിച്ചെന്ന് ഒരു രീതിയിൽ പിടികിട്ടുന്നില്ല. കാരണം ഈ പോലീസുകാരന് ചുവന്ന കണ്ണ് കറുത്ത കണ്ണ് ആ കഥകളൊന്നും അറിയില്ലല്ലോ. ഇതേ സമയം ഗുരു പറഞ്ഞതനുസരിച്ച് സിനോവയെ കാണാനായി ചിയോങ് ഒരു സ്ഥലത്തെത്തുന്നു. അവിടെ ഉണ്ടായിരുന്ന ബുദ്ധക്ഷേത്രത്തിലെ ആൾക്കാരോട് തന്റെ ഗുരു മരണക്കിടക്കയിൽ കിടക്കുന്ന സമയം സിനോവയെ കണ്ടെത്താനായി ആവശ്യപ്പെട്ടുവെന്നും അദ്ദേഹം എവിടെയാണുള്ളതെന്ന് പറയുമോ എന്ന് തിരക്കുന്ന സമയം അവരൊരു അഡ്രസ്സ് പറഞ്ഞു കൊടുക്കുന്നു. സെനോവയെ അന്വേഷിച്ച് ചിയോങ് സഞ്ചരിക്കുന്ന സമയം അവന്റെ കയ്യിലുണ്ടായിരുന്ന ബാഗ് യാത്രക്കിടയിൽ മോഷണം പോകുന്നു. ഇതേ സമയം ആ ഹോട്ടൽ മുറിയിൽ നിന്ന് രക്ഷപ്പെട്ട ദമ്പതിമാരിലെ ആ പെൺകുട്ടിയെയും ശരീരത്തിൽ നിന്ന് രക്തം വലിച്ചൂറ്റിയെടുത്ത് കൊലപ്പെടുത്തിയ നിലയിൽ മൃതദേഹം ഒരു സ്ഥലത്ത് കാണപ്പെടുന്നു. എങ്ങനെയാണ് ഇവർ 3 പേരും കൊല്ലപ്പെട്ടത് എന്നതിന് പിന്നിലെ ചുരുളഴിക്കാനായി പോലീസ് ഉദ്യോഗസ്ഥൻ പല കാരണങ്ങൾ അന്വേഷിക്കുന്നു. പക്ഷെ ഒന്നും തമ്മിൽ അങ്ങോട്ട് കണക്ട് ആവുന്നില്ല. ആ സമയം അദ്ദേഹത്തിന്റെ ജൂനിയർ ഇനി ഒരുപക്ഷെ ഇതില് പ്രേതം ഭൂതം അങ്ങനെ എന്തെങ്കിലും കണക്ഷൻ കാണുമോ, നമുക്ക് ആ രീതിയിൽ ഒന്ന് അന്വേഷിച്ചാലോ എന്ന് പറയുന്നുണ്ടെങ്കിലും ഇത്തരം കാര്യങ്ങളിൽ വിശ്വാസമില്ലാത്ത ആ പോലീസ് ഉദ്യോഗസ്ഥൻ അതിനൊന്നും ചെവി കൊടുക്കുന്നില്ല. ഇതേ സമയം ഗുരു കണ്ടുപിടിക്കാനായി ആവശ്യപ്പെട്ട സെനോവയെ ചിയോങ് ഒരുവിധം കണ്ടുപിടിക്കുന്നു. സെനോവ ഒരു തരത്തിൽ സന്യാസി തന്നെയാണ്, പക്ഷെ കുറച്ച് ഡിഫറെന്റ് ആയ ആളാണ്. അദ്ദേഹം അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന ആത്മാക്കളെ പിടിച്ചു വെക്കുന്ന, അവരെ റിലീസായി ഓരോ ദുഷ്ടകൃത്യങ്ങൾ ചെയ്യാൻ അനുവദിക്കാത്ത അവരുടെ പേടി സ്വപ്നമായ ഒരു സന്യാസിയാണ്. ഇദ്ദേഹത്തെ കണ്ടപാടെ ചിയോങ് തന്റെ ഗുരുവാണ് തന്നെ ഇങ്ങോട്ട് പറഞ്ഞയച്ചതെന്നും മോൺസ്റ്റർ എത്തിയിട്ടുണ്ടെന്ന് പറയാൻ പറഞ്ഞുവെന്നും പേപ്പറിൽ എഴുതി കാണിക്കുന്നു. കാരണം ചിയോങ് മൗനവ്രതത്തിലാണല്ലോ. ചുവന്നായി റിലീസായ കാര്യങ്ങളൊക്കെ അങ്ങനെ സെനോവ അറിയുന്നു. ഇതേ സമയം ഇപ്പോൾ ചുവന്ന കണ്ണ് പ്രവേശിച്ചിരിക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ അടുത്ത ഇരയെ തേടി ഒരാളുടെ ചോരയും നീരും ഊറ്റി കുടിക്കുന്നത് കാണിക്കുന്നു. അയാള് മറ്റൊരു സ്ഥലത്തെത്തി അവിടെ ഉണ്ടായിരുന്ന ഒരു പെൺകുട്ടിയെ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോഴേക്കും അവൾ ഒരു കിണ്ണത്തിൽ രക്തം കാണിക്കുമ്പോൾ ഈ ഒരു ചുവന്ന കണ്ണ് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്ന അയാള് അവളെ ആക്രമിക്കാൻ നിൽക്കാതെ ആ രക്തം തന്നെ ഉറ്റുനോക്കി അവിടെ നിന്ന് നടന്നു പോകുന്നു. ഇതേ സമയം സെനോവ മരണപ്പെട്ട ചിയോങ്ങിന്റെ ഗുരു അയാളോട് സംസാരിക്കുന്നത് പോലെ ചില ഇല്യൂഷൻസ് അനുഭവപ്പെടുന്നു. ആ ചുവന്ന കണ്ണ് അതിന്റെ യാത്ര തുടങ്ങിയിരിക്കുന്നു. സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ആയ 7 മനുഷ്യരെ കടന്ന് അതൊടുക്കം ആ കറുത്ത കണ്ണിനെ തേടി വരും. അത് തടയണം. അതിനായി അത് അവസാനമായി പ്രവേശിക്കാൻ പോകുന്ന കന്യകയായ ഒരു പെൺകുട്ടിയുണ്ട്. അവളെ കണ്ടെത്തി കൊലപ്പെടുത്തണം. അതാണ് ലാസ്റ്റ് വഴി എന്ന രീതിയിൽ ആ ഗുരു പറയുന്നു. ഉടനെ തന്നെ സെനോവ ഒരു പ്രത്യേകതരം വസ്ത്രമണിഞ്ഞ് ദിവ്യമായ മുത്തുകൾ അടങ്ങിയ ഒരു മാലയും അതീവ ശക്തിയുള്ള ഒരു കോടാലിയും എടുത്ത് കറുത്ത കണ്ണിനെ സംരക്ഷിക്കാനും ചുവന്ന കണ്ണിനെ കറുത്ത കണ്ണിനോട് ചേരുന്നതിൽ നിന്ന് തടയാനായും ശ്രമങ്ങൾ ആരംഭിക്കുന്നു. എന്തായാലും റോഡിലൂടെ ഈ ചുവന്ന കണ്ണോ ഇല്ലെങ്കിൽ അത് പ്രവേശിച്ചിരിക്കുന്ന മനുഷ്യരെ അന്വേഷിച്ച് നടക്കുന്ന സമയം ചിയോങ്ങിന് ഒരു ഷൂ വാങ്ങി നൽകുകയാണ് സെനോവ. പുതിയ ഷൂ കിട്ടിയ സന്തോഷത്തിലാണോ എന്നറിയില്ല. കഴിഞ്ഞ 2 വർഷങ്ങളായി തുടർന്നുകൊണ്ടിരുന്ന മൗനവ്രതം ചിയോങ് അങ്ങ് മറക്കുന്നു. അവൻ സെനോവയോട് നന്ദി പറയുന്നു. പക്ഷെ അടുത്ത നിമിഷമാണ് ഷെടാ കഷ്ടപ്പെട്ട് മൗനവ്രതം പാലിച്ചു വന്നത് വേസ്റ്റ് ആയല്ലോ എന്നവൻ ചിന്തിക്കുന്നത്. പിന്നീട് നമ്മൾ കാണുന്നത് സെനോവ ഒരു പെൺകുട്ടിയെ അന്വേഷിക്കുന്നതാണ്. ഈ പെൺകുട്ടിയുടെ ശരീരത്തിലേക്ക് ആയിരിക്കും ഈ ഒരു ചുവന്ന കണ്ണ് അവസാനം പ്രവേശിക്കുക. അങ്ങനെ പ്രവേശിച്ചു കഴിഞ്ഞാൽ അതിന് കറുത്ത കണ്ണ് കണ്ടെത്താൻ വളരെ എളുപ്പമാണ്. ഇതേ പെൺകുട്ടിയെ തന്നെയാണ് മുന്നത്തെ ഒരു സീനിൽ കാണിച്ചത്. ചുവന്ന കണ്ണ് പ്രവേശിച്ച ആള് ആക്രമിക്കാനായി എത്തിയപ്പോൾ ഈ പെൺകുട്ടി രക്തം ഒഴിച്ചു വെച്ചിരിക്കുന്ന കിണ്ണം കാണിക്കുകയും തുടർന്നത് തിരിച്ചു പോവുകയും ചെയ്തിരുന്നല്ലോ. കറുത്ത കണ്ണിനോട് ചേരാനായി ചുവന്ന കണ്ണ് ഈ പെൺകുട്ടിയിൽ പ്രവേശിക്കാനായി ആഗ്രഹിക്കുന്നു. ഇതറിയാവുന്ന സെനോവ ചുവന്ന കണ്ണ് ഈ പെൺകുട്ടിയിൽ പ്രവേശിക്കുന്നതിന് മുന്നേ ഇവളെ കണ്ടെത്തി കൊലപ്പെടുത്താനും ഇവളെ തെരഞ്ഞു നടക്കുന്നു. ഇതേ സമയം നഗരത്തിൽ അടുത്ത മരണവും സംഭവിച്ചിട്ടുണ്ടായിരുന്നു. ആ ബോഡി കിടക്കുന്ന സ്ഥലത്തേക്ക് പോലീസ് ഉദ്യോഗസ്ഥൻ വരുന്നു. ആ സമയത്താണ് മുന്നേ നടന്ന മരണങ്ങളുടെ പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ ഈ പോലീസ് ഉദ്യോഗസ്ഥനെ വിളിച്ച് എന്താണ് യഥാർത്ഥ മരണകാരണമെന്ന് വ്യക്തമായി പറയാൻ സാധിക്കുന്നേ ഇല്ല എന്ന കാര്യം അറിയിക്കുന്നത്. ഇവര് മരിച്ച് അധികം വൈകാതെ തന്നെ വർഷങ്ങളെടുത്ത് ബോഡി ഡീകമ്പോസ് ആകുന്നത് വളരെ പെട്ടെന്ന് അവരുടെ ബോഡിയിൽ സംഭവിക്കുന്നു. രക്തമെല്ലാം ഊറ്റിയെടുത്ത് ഏതാണ്ട് മമ്മിഫൈഡ് സ്റ്റേജിലാണ് അവരെത്തുന്നത്. കൂടാതെ മരിച്ചവരുടെ എല്ലാം തലയൊട്ടിയിൽ ഒരു വലിയ ദ്വാരവും ഉണ്ടെന്ന് ഡോക്ടർ പറയുമ്പോഴാണ് ഇപ്പോൾ മരിച്ചു കിടക്കുന്ന ആളിന്റെ തലയൊട്ടിയിലും ഒരു വലിയ ദ്വാരമുള്ള കാര്യം ഈ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ശ്രദ്ധിക്കുന്നത്. ഇത്രയും നാള് ഈ മരിക്കുന്നവരുടെ ശരീരത്തിൽ നിന്ന് രക്തം ഊറ്റിയെടുത്തിരിക്കുന്നു എന്ന കാര്യം മാത്രമേ അദ്ദേഹം ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. എന്തായാലും തുടർച്ചയായി ചങ്ങല പോലെ ഇങ്ങനെ മരണങ്ങൾ നടക്കുന്നതിന് പിന്നിലെ കാരണം അദ്ദേഹത്തിന് കണ്ടെത്താനേ സാധിക്കുന്നില്ല. അന്ന് രാത്രി ഒരു സ്ഥലത്തിരുന്ന്
റെസ്റ്റ് എടുക്കുന്ന സമയത്താണ് സെനോവ പഴയ ഒരു കാര്യം ഓർത്തു നോക്കുന്നത്. സെനോവ ഇപ്പോഴത്തെ പോലെ ഒറ്റത്തടി ആയിരുന്നില്ല മുന്നേ. അദ്ദേഹത്തിന് ഒരു ഭാര്യയും മകളും ഉണ്ടായിരുന്നു. ഒരിക്കൽ ലഹരിക്കടിമയായ ഒരു സ്ത്രീ വാഹനം ഇടിപ്പിച്ച് ആക്സിഡന്റ് ആക്കുകയും ആ ആക്സിഡന്റിൽ സെനോവയ്ക്ക് അദ്ദേഹത്തിന്റെ ഭാര്യയും മകളെയും നഷ്ടപ്പെടുകയും ചെയ്തു. ആക്സിഡന്റ് ഉണ്ടാക്കിയ ആ സ്ത്രീയും ആ അപകടത്തിൽ മരണപ്പെട്ടു. ആ മരണപ്പെട്ട സ്ത്രീയുടെ മകനാണ് ഇപ്പോൾ സെനോവയുടെ കൂടെയുള്ള ഈ ചിയോങ്. അവന്റെ അമ്മയോടുള്ള ദേഷ്യം ഒരിക്കൽ ഇവനോട് തീർക്കാനായി സെനോവ ശ്രമിച്ചതാണ്. ഇവനെ കൊലപ്പെടുത്താനായി സെനോവയെ അദ്ദേഹം വർഷങ്ങളായി അടച്ചു വെച്ചിരിക്കുന്ന ആത്മാക്കൾ പ്രേരിപ്പിക്കുകയും ചെയ്തു. പക്ഷെ അത് തെറ്റാണെന്ന തിരിച്ചറിവിൽ സെനോവ ഇവന്റെ ഗുരുവായ ആ ഒരു ബുദ്ധസന്യാസിയുടെ അടുത്തെത്തിക്കുകയായിരുന്നു. പക്ഷെ ഈ കഥയൊന്നും ചിയോങ്ങിന് അറിയില്ല. അങ്ങനെ 6 രാത്രികൾ പിന്നിട്ട് ഇവർ 7ാമത്തെ ദിവസത്തിലേക്ക് കടക്കുന്നു. പിന്നീട് നമ്മൾ കാണുന്നത് മരണങ്ങളുടെ ദുരൂഹത അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ മുന്നിലേക്ക് സെനോവ അപ്രതീക്ഷിതമായി വന്നുപെടുന്നു. ഇവര് ലാസ്റ്റായി മരണം നടന്ന ഒരു സ്ഥലത്ത് വെച്ചാണ് കണ്ടുമുട്ടുന്നത്. അവിടെ ഒരു അപരിചിതൻ ചുറ്റിക്കറങ്ങി നടക്കുന്നത് കാണുന്ന പോലീസ് ഉദ്യോഗസ്ഥന് സംശയം തോന്നുന്നു. അങ്ങനെ എന്തിനാ ഇവിടെ വന്നതെന്ന് സെനോവയെ പോലീസ് ഉദ്യോഗസ്ഥൻ ചോദ്യം ചെയ്യുമ്പോൾ അതിന് കൃത്യമായ ഉത്തരം കൊടുക്കാൻ സെനോവയ്ക്ക് ആവുന്നില്ല. കാരണം താൻ അന്വേഷിക്കുന്നത് ഈ കൊലപാതകങ്ങൾ ചെയ്തു കൂട്ടുന്ന ചുവന്ന കണ്ണിനെയാണെന്ന് സെനോവയ്ക്ക് വെളിപ്പെടുത്താൻ സാധിക്കില്ലല്ലോ. അതുകൊണ്ട് ഓരോന്നൊക്കെ പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ നോക്കുന്നു. പക്ഷെ സാധിക്കുന്നില്ല. പോലീസുകാരൻ സെനോവയെ അറസ്റ്റ് ചെയ്യാനായി ശ്രമിക്കുമ്പോഴേക്കും സെനോവ അവിടെ നിന്ന് എസ്കേപ്പ് ആവുന്ന സമയം ചുവന്ന കണ്ണിന്റെ ലാസ്റ്റ് ടാർഗറ്റായ ആ പെൺകുട്ടിയെ കണ്ടെത്താനുള്ള ചില ക്ലൂകൾ ഒരു മാപ്പിൽ സെനോവ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് സെനോവയുടെ കയ്യിൽ നിന്ന് മിസ്സാകുന്നു. പോലീസ് ഉദ്യോഗസ്ഥൻ അത് കണ്ടെടുക്കുന്നു. ഇതേ സമയം ചിയോങ് റോഡിലൂടെ നടക്കുമ്പോൾ ഒരു പെണ്ണ് അവനെ പിന്തുടരുന്നത് പോലെ അവന് തോന്നുന്നു. അവൻ തിരിഞ്ഞു നോക്കുമ്പോൾ സ്കൂൾ യൂണിഫോം ഇട്ട ഒരു പെൺകുട്ടിയാണത്. നല്ല സുന്ദരമായ അവളുടെ മുഖം പെട്ടെന്ന് വികൃതമാകുന്നു. അവളുടെ മുഖത്ത് ആ ഒരു ചുവന്ന കണ്ണ് ഒളിച്ചിരിക്കുന്നത് ചിയോങ് കാണുന്നു. അവൻ ഉടനെ തന്നെ സെനോവയുടെ അടുത്ത് ചെന്ന് ചുവന്ന കണ്ണ് ഇപ്പോൾ പ്രവേശിച്ചിരിക്കുന്ന പെണ്ണിനെ താൻ ഇന്ന് കണ്ടു എന്ന കാര്യം അറിയിക്കുകയാണ്. സെനോവ ചിയോങ്ങിനോട് പറയുന്നത് ആ ചുവന്ന കണ്ണിനെ തടയാനായി അതിന്റെ 8ാമത്തെ ടാർഗറ്റായ ആ കന്യകയായ പെൺകുട്ടിയെ കൊലപ്പെടുത്തണം. അതിന് താൻ പോവുകയാണെന്നാണ്. പക്ഷെ ചിയോങ്ങിന് ആ പെൺകുട്ടിയെ കൊല്ലുന്നതിനോട് താല്പര്യമില്ല. അതുകൊണ്ട് അവൻ സെനോവ ആ പെൺകുട്ടിയെ കൊല്ലുന്നതിന് മുന്നേ അവളെ രക്ഷിക്കാനായി തീരുമാനിക്കുന്നു. അങ്ങനെ ചിയോങ് ആ പെൺകുട്ടിയുള്ള സ്ഥലത്തെത്തി അവളെ അവിടെ നിന്ന് മാറ്റുന്നു. പക്ഷേ ഇതറിയാതെ സെനോവ ആ പെൺകുട്ടിയുള്ള വീടിന്റെ അവിടേക്ക് എത്തുന്നു. ഇതേ സമയം അവിടേക്ക് മറ്റു പോലീസ് ഉദ്യോഗസ്ഥനും എത്തുകയായിരുന്നു. കാരണം സെനോവയുടെ കയ്യിൽ നിന്ന് ഈ പെൺകുട്ടിയുള്ള ലൊക്കേഷന്റെ മാപ്പ് മുന്നേ പോലീസുകാരന് കളഞ്ഞു കിട്ടിയിരുന്നല്ലോ. അതുകൊണ്ട് തന്നെയാണ് പോലീസുകാരൻ ഇങ്ങോട്ടേക്ക് എത്തിയത്. വന്നു നോക്കുമ്പോൾ സെനോവ കയ്യിൽ കോടാലിയുമായി ഒരു വീട്ടിലേക്ക് കയറുന്നതും കയറിയ ഉടനെ അകത്ത് എന്തൊക്കെയോ മന്ത്രങ്ങൾ എഴുതി തല മൂടിയിരിക്കുന്ന ഒരു പെൺകുട്ടിയെ അവിടെ കാണുന്നതും അവളെ വെട്ടാനായി കോടാലി കൊണ്ട് ആയുന്നതുമാണ് കാണുന്നത്. പോലീസുകാരൻ ഉടനെ തന്നെ സെനോവയെ തടയുന്നു. ഇതേ സമയം അവിടെ ആ കണ്ണിന്റെ 6ാമത്തെ ഇരയായ ആ സ്കൂൾ വിദ്യാർത്ഥിനി ഉണ്ടായിരുന്നു. അവള് വെളിയിലേക്ക് ഓടുന്നത് കണ്ട് സെനോവ കോടാലിയിൽ രക്തം കൊണ്ട് മന്ത്രമെഴുതി അതുമായി അവളെ പിന്തുടർന്നു പോകുന്നു. അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ആ പോലീസ് ഉദ്യോഗസ്ഥന്റെ അസിസ്റ്റന്റ് എത്തിയിട്ടുണ്ടായിരുന്നു. ഈ അസിസ്റ്റന്റിനെ കണ്ടപാടെ ആ സ്കൂൾ വിദ്യാർത്ഥിനി വളരെ പാവം പോലെ അയ്യോ എന്നെ ഉപദ്രവിക്കാൻ വരുന്നു, രക്ഷിക്കണേ എന്ന് പറഞ്ഞ് അയാളുടെ പിറകിന് പോയി ഒളിക്കുന്നു. ഒരു പെൺകുട്ടിയെ കയ്യിൽ കോടാലിയുമായി സെനോവ തുരത്തുന്നത് കാണുന്ന ആ അസിസ്റ്റന്റ് സെനോവയ്ക്ക് നേരെ തോക്ക് ചൂണ്ടുന്നു. ഈ സമയം ആ 6ാമത്തെ പെൺകുട്ടിയിൽ നിന്ന് ആ ചുവന്ന കണ്ണ് ഈ പോലീസ് അസിസ്റ്റന്റിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ ഇയാളാണ് 7ാമത്തെ ഇരയായി മാറുന്നത്. അയാള് സെനോവയെ ആക്രമിക്കാനായി ശ്രമിക്കുന്നുണ്ട്. പക്ഷെ മാന്ത്രിക ശക്തിയുള്ള കോടാലി സെനോവയുടെ കയ്യിലുള്ളത് കൊണ്ട് തന്നെ അയാൾക്ക് സെനോവയെ കൊല്ലാതെ അവിടെ നിന്ന് എസ്കേപ്പ് ആയി പോവേണ്ടി വരുന്നു. ചുവന്ന കണ്ണ് കറുത്ത കണ്ണിനെ തേടി കറുത്ത കണ്ണ് ഇപ്പോൾ ഇരിക്കുന്ന ബുദ്ധന്റെ ആ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തുമെന്ന് മനസ്സിലാക്കുന്ന സെനോവ അങ്ങോട്ടേക്ക് യാത്ര പുറപ്പെടുന്നു. ഇതേ സമയം ഇപ്പോൾ ചുവന്ന കണ്ണ് പ്രവേശിച്ചിരിക്കുന്ന ആ പോലീസ് അസിസ്റ്റന്റ് ആ ഒരു ക്ഷേത്രത്തിലേക്ക് എത്തി അവിടെയുള്ള സന്യാസിമാരെ കൊന്നൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു പെട്ടി കൈക്കലാക്കാനായി. ഇതേ സമയം പോലീസ് ഉദ്യോഗസ്ഥൻ നേരത്തെ നടന്ന സംഭവങ്ങൾ മൂലം പരിക്കേറ്റ് ബോധം കെട്ട് കിടക്കുകയായിരുന്നു. അദ്ദേഹത്തിന് ബോധം വരുമ്പോൾ ആ വീട്ടിൽ ഒരു വയസ്സായ സ്ത്രീയെ കാണുന്നു. അവർ ഈ പോലീസ് ഉദ്യോഗസ്ഥനോട് ചില കാര്യങ്ങൾ പറയുന്നു. അതായത് ഇപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥൻ നിൽക്കുന്ന വീട് വർഷങ്ങൾക്ക് മുന്നേ മരുഭൂമിയിൽ നിന്ന് ചുവന്ന കണ്ണടങ്ങിയ പെട്ടി കണ്ടെത്തിയ പ്രൊഫസർ കിമ്മിന്റെ വീടാണ്. ആ മാപ്പിൽ ഡീറ്റെയിൽസ് രേഖപ്പെടുത്തിയിരിക്കുന്ന ആ പെൺകുട്ടി ഉണ്ടല്ലോ, ചിയോങ്ങിന്റെ കൂടെയുള്ള പെൺകുട്ടി, അവള് യഥാർത്ഥത്തിൽ മനുഷ്യ സ്ത്രീയല്ല, അവൾ ഒരു ആത്മാവാണ്. പ്രൊഫസർ കിം ബലി കൊടുത്ത് ചുവന്ന കണ്ണിനെ ഉണർത്താനായി വളർത്തിയതായിരുന്നു ഇവളെ. പക്ഷെ അതറിഞ്ഞ ഇവൾ സ്വന്തമായി ജീവത്യാഗം ചെയ്തു. തുടർന്ന് പ്രൊഫസർ കിം 7 പേരുടെ രക്തം ബ്ലഡ് ഡൊണേഷൻ ക്യാമ്പ് എന്ന രീതിയിൽ പലയിടങ്ങളിൽ നിന്ന് സംഘടിപ്പിച്ച് ചില പൂജാവിധികളൊക്കെ ചെയ്താണ് ചുവന്ന കണ്ണിനെ ഉണർത്തിയത്. ആ ചുവന്ന കണ്ണ് ഉണർന്ന് വെളിയിലേക്ക് വന്ന ശേഷമാണ് ആരുടെയൊക്കെ രക്തമാണോ കിം ഈ ഒരു ബലിക്കായി ഉപയോഗിച്ചത് അവരെല്ലാം തേടി പിടിച്ച് അവരുടെ ശരീരത്തിൽ പ്രവേശിച്ച് ഒന്നൊന്നായി അവരെ കൊലപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ആ വേട്ടക്കാരൻ മുതൽ ഇപ്പോൾ ലാസ്റ്റായി ആ ചുവന്ന കണ്ണ് പ്രവേശിച്ച പോലീസ് ഉദ്യോഗസ്ഥന്റെ അസിസ്റ്റന്റിന്റെ രക്തം പോലും കിം മുന്നേ എടുത്തിരുന്നതായിരുന്നു. ചുവന്ന കണ്ണ് കറുത്ത കണ്ണ് ബുദ്ധൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പോൾ കേൾക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ഇതൊന്നും വിശ്വസിക്കാൻ തയ്യാറാവുന്നില്ല. വർഷങ്ങൾക്ക് മുന്നേ ഈ കഥ കേട്ടിട്ടുണ്ടെങ്കിലും അതൊക്കെ ഒരു കെട്ടുകഥ പോലെയാണ് ഇദ്ദേഹം കരുതുന്നത്. സത്യങ്ങൾ അന്വേഷിക്കാനായി പോലീസ് ഉദ്യോഗസ്ഥൻ ആ ബുദ്ധ ക്ഷേത്രത്തിൽ
ബുദ്ധക്ഷേത്രത്തിലേക്ക് യാത്ര തിരിക്കുന്നു. ഇതേ സമയം സെനോവ ആ ബുദ്ധക്ഷേത്രത്തിന്റെ അവിടെ എത്തി ചിയോങ്ങിനെ കണ്ടെത്തുന്നു. തുടർന്ന് അവിടെ മന്ത്രങ്ങളൊക്കെ ചെയ്യാനായി ഒരുക്കങ്ങൾ നടത്തുകയാണ്. കറുത്ത കണ്ണ് എടുക്കാനായി ചുവന്ന കണ്ണ് വരുന്ന സമയം അതിനെ ട്രാപ്പ് ആക്കുക എന്നതാണ് ഇവരുടെ ലക്ഷ്യം. അങ്ങനെ മന്ത്രം ചെയ്തുകൊണ്ടിരിക്കുന്ന സ്ഥലത്തേക്ക് ചുവന്ന കണ്ണ് ഇപ്പോൾ ഉള്ള ആ പോലീസ് അസിസ്റ്റന്റ് എത്തുന്നു. അയാള് സെനോവയെ കൊല്ലാനായി ശ്രമിക്കുന്നു. ആ സമയത്താണ് അയാൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത്. സെനോവ മരിച്ചാലും സെനോവയുടെ സ്ഥാനത്ത് നിന്ന് കറുത്ത കണ്ണിനെ സംരക്ഷിക്കുക എന്ന ഉത്തരവാദിത്തം സെനോവയുടെ മരണശേഷം ചിയോങ്ങിലാണുള്ളതെന്ന്. അതുകൊണ്ട് ഇയാൾ സെനോവയെ കൊല്ലുന്ന ഗ്യാപ്പിന് ചിയോങ്ങിനെ കൊല്ലാനായി ചിയോങ്ങിന്റെ കൂടെ ഉണ്ടായിരുന്ന ആ ആത്മാവിനെ ഇൻഫ്ലുവൻസ് ചെയ്ത് ചുമതലപ്പെടുത്തുകയാണ് ഈ ചുവന്ന കണ്ണ്. അങ്ങനെ ആ ആത്മാവ് ചിയോങ്ങിനെ കൊല്ലാനായി ശ്രമിക്കുന്ന സമയം സെനോവ തന്നെ ആക്രമിക്കാനായി എത്തിയിരിക്കുന്ന പോലീസ് അസിസ്റ്റന്റിനെ കൊല്ലാനായി ശ്രമിക്കുന്നു. ആ സമയം ഈ പോലീസ് അസിസ്റ്റന്റിന്റെ മുഖത്തിന്റെ പല ഭാഗങ്ങളിലും കണ്ണുകൾ ഒളിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ ചുവപ്പ് കണ്ണ് അതിന്റെ പൂർണ്ണ രൂപത്തിലെത്തി സെനോവയെ കൊല്ലാനായി ശ്രമിക്കുകയാണ്. പക്ഷെ സെനോവ ഒരുവിധം അതിൽ നിന്ന് രക്ഷപ്പെട്ട് ചിയോങ്ങിനെ രക്ഷിക്കാനായി ചെല്ലുന്നു. ആ സമയം വീണ്ടും ഈ ചുവന്ന കണ്ണ് തടയാനായി വരുമ്പോൾ സെനോവ കയ്യിലുള്ള കോടാലി കൊണ്ട് അസിസ്റ്റന്റിനെ വെട്ടുന്നു. കാരണം അസിസ്റ്റന്റിന്റെ ശരീരത്തിലാണല്ലോ ചുവന്ന കണ്ണുള്ളത്. അപ്പോഴേക്കും അവിടേക്ക് എത്തിയ പോലീസ് ഉദ്യോഗസ്ഥൻ തന്റെ അസിസ്റ്റന്റിനെ രക്ഷിക്കാനായി സെനോവയെ വെടിയുതിർക്കുന്നു. സെനോവ വെടിയേറ്റ് വീഴുന്നു. സെനോവ മരണക്കിടക്കയിൽ കിടന്നുകൊണ്ട് നോക്കുമ്പോൾ പോലീസ് അസിസ്റ്റന്റ് മരിച്ചു കിടക്കുന്നതും അയാളുടെ ശരീരം ഫുള്ള് രക്തം ഊറ്റിയെടുത്ത നിലയിൽ വളരെ ചുരുങ്ങി വികൃതമായി ഉള്ളതും കാണുന്നു. അപ്പോൾ ഈ ചുവന്ന കണ്ണ് അസിസ്റ്റന്റിൽ നിന്ന് മറ്റാരുടെയോ ശരീരത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട് എന്ന് സെനോവയ്ക്ക് മനസ്സിലാവുന്നു. അത് ആരുടേതായിരിക്കുമെന്ന് സെനോവ നോക്കുമ്പോഴാണ് ആ ഞെട്ടിക്കുന്ന കാര്യം കാണുന്നത്. ഇപ്പോൾ ചിയോങ്ങിന്റെ ശരീരത്തിലാണ് ആ ചുവന്ന കണ്ണുള്ളത്. സെനോവ ഇപ്പോൾ താൻ മരിച്ചു കഴിഞ്ഞാൽ ലോകം വലിയ ആപത്തിലാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് മരണവേദന എടുക്കുന്ന ആ ഒരു സമയത്ത് പോലും മന്ത്രങ്ങൾ ചൊല്ലി ചിയോങ്ങിനെ പഴയ രീതിയിലേക്ക് കൊണ്ടുവരാനായി ശ്രമിക്കുന്നു. പക്ഷെ ആ സമയം ചിയോങ് പോലീസ് ഉദ്യോഗസ്ഥനെ കൊലപ്പെടുത്തുന്നു. അതിനുശേഷം സെനോവയെ കൊല്ലാനായി ശ്രമിക്കുമ്പോൾ സെനോവ മന്ത്രങ്ങൾ കൊണ്ട് ചിയോങ്ങിനെ ഒരു അല്പ നേരത്തേക്ക് നോർമൽ ആക്കുകയാണ്. എന്നിട്ട് ചിയോങ്ങിന്റെ ശരീരത്തിൽ ഉണ്ടായിരുന്ന ആ ചുവപ്പ് കണ്ണിനെ തന്റെ ശരീരത്തിലേക്ക് ആവാഹിക്കുന്നു. അങ്ങനെ ചുവപ്പ് കണ്ണ് സെനോവയുടെ ശരീരത്തിൽ പ്രവേശിച്ച ശേഷം ചിയോങ്ങിന്റെ കയ്യിൽ ആ കോടാലി കൊടുത്ത് നീ എന്നെ വെട്ടിക്കൊല്ലും, ലോകം വലിയ ആപത്തിൽ നിന്ന് രക്ഷപ്പെടും, ഒട്ടും അമ്മാദിക്കാതെ വെട്ടിക്കൊല്ല് എന്ന് ആവശ്യപ്പെടുന്നു. അങ്ങനെ ചിയോങ് മനസ്സില്ലാ മനസ്സോടെ നല്ലവനായ ലോക നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സെനോവയെ വെട്ടിക്കൊലപ്പെടുത്തുന്നു. ചുവന്ന കണ്ണും ഇല്ലാതാകുന്നു. പിന്നീട് ചിയോങ് ചുവന്ന കണ്ണിനെ പെട്ടിയിലടച്ച് ആ മരുഭൂമിയിലേക്ക് പോവുകയാണ്. അവിടെ കുഴിച്ച് അതിനെ രഹസ്യമാക്കി വെക്കുന്നു. ഇതേ മരുഭൂമിയിൽ നിന്നാണ് വർഷങ്ങൾക്ക് മുന്നേ കിം ഈ ചുവന്ന കണ്ണിനെ കണ്ടെടുത്തത്. അതേ സ്ഥലത്ത് തന്നെ വീണ്ടും ചിയോങ് അതിനെ മറച്ചു വെക്കുന്നു. തുടർന്ന് ബലി നൽകാനായി കിം വളർത്തിയിരുന്ന ആ പെൺകുട്ടിയുടെ ആത്മാവിനെ മോചിപ്പിച്ച് അതിന് ചിയോങ് ശാന്തി നൽകുന്നതായി കാണിച്ചുകൊണ്ട് ഈ ഒരു ചിത്രം ഇവിടെ അവസാനിക്കുകയാണ്. 8 രാത്രികൾ കൊണ്ട് ലോകത്തെ നശിപ്പിക്കാനായി ശേഷിയുള്ള രാക്ഷസന്റെ ചുവന്ന കണ്ണിനെ കറുത്ത കണ്ണിൽ ചേരാതെ എങ്ങനെയാണ് ബുദ്ധമത വിശ്വാസികളായ കുറച്ച് സന്യാസികൾ തടഞ്ഞതെന്നും അവർ ലോകത്തെ എങ്ങനെയാണ് അതുമൂലം രക്ഷിച്ചതെന്നുമുള്ള ഒരു കഥയാണ് ദ എയ്ത്ത് നൈറ്റ് എന്ന ഈ ചിത്രം പറഞ്ഞത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം. ബൈ.